ഹായ് ഹലോ അസ്സലാം വലൈക്കും. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാമിലിയായിട്ട് ലുലു മോളിൽ പോകുന്നതായിരിക്കും. അതിൻ്റെ ഗെറ്റ് റെഡിയൊക്കെ കഴിഞ്ഞ് ഒരുക്കിയിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഇന്ന് മാൾ ഓഫ് ട്രാവൻകൂർ പോകുന്നതിലൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അതായത് നാളത്തേക്ക് വേണ്ടി. സോ ലെറ്റ്സ് ഗോ. ഇന്നും നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ട്. ഉമ്മ, വാപ്പ, ഇത്തയുടെ 2 പിള്ളേരും അനിയനും. അങ്ങനെ നമ്മൾ കാറും പാർക്ക് ചെയ്ത് പോകുന്നത് ജോസ്കോയിലാണ്. സ്വാഭാവികമായും നമ്മൾ ഇന്ത്യക്കാർക്കുള്ള മെൻറ്റാലിറ്റി ആണല്ലോ, പൈസ എന്തെങ്കിലും നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മൈൻഡിൽ വരുന്നത് ഗോൾഡ് വാങ്ങുക എന്നുള്ളതാണ്. കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ പോലും ഇന്നാണ് നമുക്ക് ആ ഡേ ഒത്തു വന്നത്. നമ്മൾ വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്ത് വന്നതാണ് വള വാങ്ങുക എന്നുള്ളത്. സോ അതുകൊണ്ട് വലിയ കൺഫ്യൂഷനൊന്നും വന്നില്ല. ഇപ്പോഴാണെങ്കിൽ പൈസ വളരെ കൂടി നിൽക്കുന്ന ടൈമാണ്. അതുകൊണ്ട് എൻ്റെ ബഡ്ജറ്റ് 1 പവൻ മാക്സിമം, അത്രേ ഉള്ളൂ. അങ്ങനെ കണക്ക് കൂട്ടിയും കുറച്ചും ഏകദേശം ഒരു ഇഷ്ടപ്പെട്ട ഡിസൈനും കിട്ടി. നമ്മൾ 2-3 സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഫൈനൽ ഡിസിഷന് വേണ്ടി നമ്മളുടെ ഡിസിഷൻ മേക്കറെ മിസ്റ്റർ ഹസ്ബൻഡിനെ വിളിക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു കൺക്ലൂഷൻ എത്തി. ഒരെണ്ണം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോവാം. എൻ്റെ അനിയൻ ഫോണും കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടൻ ചോദിക്കുക വലിയ ബ്ലോഗറാണോ എന്നൊക്കെ. ചമ്മി നാറിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബലത്തിന് വേണ്ടിയാണ്, ആവശ്യമില്ലെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് തള്ളി വേണ്ടെങ്കിൽ എടുത്ത് കളയാം കേട്ടോ. അതതിൻ്റെ വെച്ചിരുന്നോ ഉണ്ടാവും. അത് പറ്റിയില്ല നമുക്ക് സൂചിച്ചിട്ടേ കുത്തി കളഞ്ഞത് എടുക്കാം. അൽഹംദുലില്ലാ, അങ്ങനെ അത് സെറ്റായി. അങ്ങനെ നമ്മളുടെ കാടിൻ്റെ കനമൊന്ന് കുറഞ്ഞത് കൊണ്ട് അതിൻ്റെ ക്ഷീണം മാറ്റാനായി നമുക്ക് നേരെ ലുലു മാളിലെ ഫണ്ടൂരയിലേക്ക് പോവാം. രണ്ടാളുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ.
ജെസ്സിയിൽ അങ്ങനെ ഈ റൈഡ് ട്രൈ ചെയ്യാനായിട്ട് കയറിയിരിക്കുകയാണ്. ആള് തല കറങ്ങി ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് അടുത്ത ഫണ്ടൂറയുടെ ക്ഷീണം മാറ്റാനായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കയറാം. അങ്ങനെ നമ്മൾ ലുലു മാളിലെ വസന്ത ഭവനിലാണ് ഇന്ന് കഴിക്കാൻ കയറുന്നത്. എന്നും നോൺ വെജ് കഴിക്കുന്നത് നമുക്ക് ഇന്നൊരു ചേഞ്ച് ആവാം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ അറ്റ് ലാസ്റ്റ് ദോശയിലും ഇഡ്ഡലിയിലും പൂരിയിലും ഒക്കെ അവസാനിച്ചു. ഇതിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, പൊടി ഇഡലി. അതിൻ്റെ വെയിറ്റിംഗ് ആണ് ഇത്താടെ ഫേസിൽ കാണുന്നത്. അതുപോലെ എൻ്റെ ബട്ടൂരയും എത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം അതാ പൊടി ഇഡലി എത്തി, കൂടെ എൻ്റെ ബട്ടൂരയും. നമ്മളുടെ ഫുഡ് അടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത്. ലുലു മാളിൽ വന്നാൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോവാതെ പോകുന്നത് ശരിയല്ലല്ലോ. സോ ജസ്റ്റ് അവിടെ ഒന്ന് ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. സാധനം വാങ്ങിച്ചതിന്റെ ബില്ല് കാണിച്ചാൽ മതിയോ? ഇല്ല. എന്തൊക്കെയെന്ന് പറഞ്ഞാലും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി പൈസ മുടക്കിയാലും ശരി, അവസാനം പാർക്കിങ്ങിന് പൈസ കൊടുക്കാനായിട്ട് എല്ലാവരെയും പോലെ എനിക്ക് ഇച്ചിരി മടിയാണ്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഡേ ഇവിടെ തീരുകയാണ്. ഇന്ന് ഇച്ചിരി ഹാപ്പിയുള്ള ഡേ ആണ്. കാരണം ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ആക്ച്വലി എല്ലാ വർഷവും ചെയ്യും എങ്കിൽ പോലും ഈ വർഷം ഇന്നാണ് നമുക്ക് ആ ഡേ വന്നെത്തിയത്. സോ യെസ് ഗൈസ്, അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.